ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സിമ്പിളായിട്ടുള്ള 4 സ്കൂൾ സപ്ലൈസ് ആണ്. നമ്മുടെ കുഞ്ഞു മക്കൾക്കാണെങ്കിലും തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന 4 സ്കൂൾ ഐറ്റംസ് ആണ് കേട്ടോ. അപ്പോൾ ഇതിലെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നെയിം സ്ലിപ്പാണ്. പക്ഷേ ഇതിൻ്റെ സമയം കുറച്ച് ലേറ്റായി പോയെന്നറിയാം. എന്നാലും ഇതിൻ്റെ ഷോർട്സ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാവരും കണ്ടു കാണുമെന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് വൈറ്റ് പേപ്പർ അല്ലാന്നുണ്ടെങ്കിൽ ഇതിലെ ബുക്കിലെ പേപ്പർ ആണെങ്കിലും മതി. കുറേയധികം പീസസായിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഓരോന്നിൻ്റെ എഡ്ജ് നമുക്ക് ഇഷ്ടമുള്ള രീതിക്കൊക്കെ ഇതുപോലെയൊക്കെ ഡിസൈൻസ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഓവൽ ഷേപ്പ് അല്ലാന്നുണ്ടെങ്കിൽ 4 എഡ്ജും ജസ്റ്റ് വളച്ചിട്ട് കൊടുക്കുന്ന ആ ഒരു രീതി. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ചതുര ഷേപ്പിനാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും മതി, നമ്മുടെ സ്കെച്ചോ അല്ലെങ്കിൽ പെൻ വെച്ചിട്ടോ ഇതുപോലെ ഓരോന്നിൻ്റെയും ബോർഡറിന് നമുക്കിഷ്ടമുള്ള ഡിസൈൻ ബോർഡർ കൊടുക്കാം. ഇനി നമുക്ക് ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചാൽ കുറച്ച് സ്റ്റിക്കേഴ്സാണ് ആവശ്യമായിട്ടുള്ളത്. സ്റ്റിക്കർ മേക്കിംഗ് വീഡിയോ ഞാൻ കുറേ നാൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഞാനിവിടെ എടുക്കുന്നത് ഇതുപോലെയുള്ള കളിക്കുടുക്ക, ബാലരമ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ ഉള്ള നമുക്ക് പിക്ചേഴ്സ് കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഇതുപോലെ ഓരോന്നിൻ്റെ സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. പഴയ ബുക്സ് ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ആ ഒരു കവർ പേജിൽ ഉണ്ടാകാവുന്ന ആ ഒരു പിക്ചേഴ്സ് ആണെങ്കിലും മതി. നമുക്ക് അങ്ങനെ ഇഷ്ടമുള്ളതൊക്കെ ചെയ്ത് കൊടുക്കാം. പിന്നെ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ജസ്റ്റ് കുറച്ച് സ്പേസ് വിട്ടിട്ട് വേണം കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. എങ്കിലേ നമുക്ക് ആ ഒരു സ്റ്റിക്കറിൻ്റെ ആ ഒരു ഒറിജിനൽ ലുക്ക് കിട്ടത്തുള്ളൂ. ശേഷം ഇതുപോലെ നമ്മൾ നെയിമും എല്ലാം എഴുതി കൊടുത്തിട്ട് ഓരോ ലൈൻസും നേരെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം വളരെ സിമ്പിളായിട്ട് ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ്. എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് പ്രതീക്ഷിക്കുകയാണ്. സെക്കൻഡ് വൺ നോക്കാം. അതെന്ന് പറയുന്നത് മിനി നോട്ട്ബുക്കാണ്. എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും ഒക്കെ എഴുതി വയ്ക്കാനായിട്ട് പറ്റുന്ന നല്ല ഒരു അടിപൊളിയായിട്ടുള്ള സിമ്പിൾ ഐറ്റമാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ വൈറ്റ് പേപ്പർ തന്നെയാണ് ആവശ്യമായിട്ടുള്ളത്. അതിന് പ്രത്യേകിച്ചൊന്നുമില്ല. ഇതുപോലെ സെയിം സൈസിന് തന്നെ പേപ്പറുകൾ കട്ട് ചെയ്തെടുക്കുന്നു. അതെല്ലാം കൂടി നമുക്ക് ജസ്റ്റ് മാസ്കിംഗ് ടേപ്പ് യൂസ് ചെയ്തിട്ട് ഒന്ന് ഫിക്സാക്കി ഒട്ടിച്ചു കൊടുക്കുന്നു. ഇതിന് മുന്നേ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ പേപ്പേഴ്സും കൂടി ഒന്ന് ഒട്ടിച്ചെടുത്തിട്ട് അതിന് മുകളിലായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ ഒന്നുകൂടി ഫിക്സ് ആയിട്ടിരിക്കും. അപ്പോൾ അതും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് കവർ ചെയ്തെടുക്കണ്ടേ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പൗഡർ ടിന്നിൻ്റെ കവർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ സെയിം സൈസിന് തന്നെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ എടുക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു കട്ടി ബൈൻഡ് ആണെങ്കിലും എടുത്താൽ മതി. പേപ്പറിൻ്റെയൊക്കെ ബുക്കിൻ്റെയൊക്കെ ബൈൻഡ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതാണെങ്കിലും ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ട് അതിനെ കവർ ചെയ്തുകൊണ്ട് നമ്മളൊരു സിംഗിൾ ലൈൻ പേപ്പർ ഇങ്ങനെ എടുത്തിട്ട് അതും ഈ ഒരു സൈസിന് തന്നെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല നീറ്റായിട്ട് തന്നെ ഒട്ടിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഒന്നുകിൽ നല്ല ഡിസൈൻസ് ഉള്ള പാറ്റേൺ പേപ്പേഴ്സൊക്കെ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. നമ്മളിവിടെ സിമ്പിളായിട്ട് അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഇതിന് പുറമെയായിട്ട് തന്നെ സ്കെച്ച് പെൻസ് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ ഡിസൈൻ കൊടുക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇതുപോലെ നന്നായിട്ടൊന്ന് ഉണങ്ങിക്കഴിഞ്ഞ ശേഷം സ്കെച്ച് പെൻ യൂസ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറേ വരയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് സെറ്റാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഫസ്റ്റ് ടൈം കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടണും കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന വീഡിയോസ് എല്ലാം അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസും കാര്യങ്ങളും എല്ലാം താഴെ കമൻസിൽ പറയുകയും വേണം. അപ്പോൾ നമ്മൾ കുറേ ലൈൻസും കാര്യങ്ങളും എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. സ്കെച്ച് പെൻ യൂസ് ചെയ്തിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ പാറ്റേൺ പേപ്പേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ക്യൂട്ടായിട്ടുള്ള മിനി ബുക്ക് റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് റെഡിയാക്കാം. കുട്ടികൾക്ക് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ 4 ഐറ്റംസിന് മെയിനായിട്ട് വേണ്ടുന്നത് വൈറ്റ് പേപ്പറും അതുപോലെ തന്നെ ഗ്ലൂ ആണ്. അപ്പോൾ നമുക്ക് തേർഡ് വൺ ടു ഡു ലിസ്റ്റ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതെന്ന് വെച്ചാൽ മെയിനായിട്ടും അതാത് ദിവസങ്ങളിലുള്ള അസൈൻമെൻറ്റ് അല്ലാന്നുണ്ടെങ്കിൽ ഹോംവർക്ക്സൊക്കെ ഒന്ന് മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എഴുതി വയ്ക്കാനുള്ള ജസ്റ്റ് ഒരു ലിസ്റ്റ് മാത്രം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെയുള്ളൊരു പഴയ കവർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഈ ഒരു പേപ്പറിൽ ഡിസൈൻ ഉള്ളത് കൊണ്ട് തന്നെ അത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി കുറച്ച് പേപ്പേഴ്സ് എടുത്തിട്ട് വൈറ്റ് പേപ്പേഴ്സ് എടുത്തിട്ട് ഇഷ്ടമുള്ള ഡിസൈനിന് കട്ട് ചെയ്ത് വെക്കുക. എല്ലാം സെയിം ഡിസൈനിന് തന്നെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ കുറേ ഡോട്ട്സ് ഓരോ പേപ്പേഴ്സിലും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ സ്റ്റാപ്ലെയർ അടിച്ചിട്ട് ഒന്ന് സെക്യൂറാക്കി എടുക്കുന്നുണ്ട്. ഇനിയൊന്നുമില്ല, നമ്മളിതിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷം ആ ഒരു പേപ്പറിലേക്ക് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ടു ഡു ലിസ്റ്റ് റെഡിയായി. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ജസ്റ്റ് ആ ഒരു പേരും കൂടെ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ സംഭവം സിമ്പിളാണ്. ഇത്രയേ ഉള്ളൂ. എങ്കിൽ നല്ല യൂസ്ഫുള്ളായിട്ടുള്ള ഒന്നുമാണ്. അപ്പം ഇതും യൂസ്ഫുള്ളാണെന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്.
ഇനി എന്താ ഈ മുകളിലത്തെ 2 സൈഡും നമ്മൾ ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും സെറ്റായി. വളരെ സിമ്പിളാണ്, ഒരു ബുദ്ധിമുട്ടും ഇല്ല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ലാസ്റ്റ് വൺ നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് സ്കെയിലാണ്. അതും സെയിം ഈ ഒരു പേപ്പർ യൂസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു കാർഡ്ബോർഡിൻ്റെ പീസാണെങ്കിലും അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ വൈറ്റ് പേപ്പർ വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുത്തുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു ഡിസൈൻസ് സ്കെച്ച് വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. മുന്നേ ഉള്ള വീഡിയോയിൽ നമ്മൾ സ്കെയിൽ ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇതാ ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിനെ കവർ ചെയ്തുകൊണ്ട് വൈറ്റ് പേപ്പർ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾ ഏതൊക്കെ തരത്തിലുള്ള ക്രാഫ്റ്റ് വീഡിയോസാണ് പ്രതീക്ഷിക്കുന്നത് എന്നുണ്ടെങ്കിലും താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ നീറ്റായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ അത് സ്കെയിൽ വെച്ച് കൊടുത്തിട്ട് സെയിം മെഷർമെൻറ്റിന് തന്നെ നമ്മൾ സെൻറ്റിമീറ്ററും എല്ലാം ഒന്ന് പോയിൻ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളാന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബായ്.